യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 15 ദിവസത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ ദിവസവും ഭംഗിയായും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 8ാമത്തെ ദിവസമാണ്, ശനിയാഴ്ച. ഇന്നലത്തേതിനേക്കാൾ കൂടുതലായി ഇന്നൊരനുഗ്രഹമായി തീരട്ടെ കേൾക്കുന്ന വചനവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആയിരക്കണക്കിന് കുട്ടികളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളാണ് പ്രതീക്ഷയോടെ അവരുടെ മാതാപിതാക്കൾ എഴുത്തിലൂടെയും ഇവിടെ നേരിട്ട് വന്നും വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തന്നത്, പ്രാർത്ഥന ചോദിച്ചത്. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അതിലേറെയാണ്. ഓരോ പ്രാർത്ഥനയും വിശ്വാസത്തോടെ ചെയ്യുമ്പം അത് ഗൗരവമുള്ളതായും ദൈവസന്നിധിയിൽ വിലയുള്ളതായും മാറും. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം കേൾക്കുന്ന സമയമാണിത്. അനേകം കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ തന്നെ വച്ചിട്ടുണ്ട്. ഓരോ കെട്ടുകളായി സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടെ അവരെല്ലാം ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അത് പ്രാർത്ഥനയിലൂടെ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആ വെള്ളം മണ്ണിൽ അരിച്ചരിച്ചിറങ്ങുന്നത് പോലെ ഈ പ്രാർത്ഥന ഓരോ വ്യക്തികളിലും ഓരോ കുഞ്ഞുങ്ങളിലും ഈ വചനവും പ്രാർത്ഥനയും അവരിൽ അരിച്ചരിച്ചിറങ്ങാനിടയാകണം. അതവരെ കൂടുതൽ ശോഭയുള്ളവരാക്കണം. ഇതവർക്ക് ദൈവാനുഗ്രഹമായിട്ട് വരണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്ക് വ്യക്തിപരമായി അയച്ചു തന്ന നിയോഗങ്ങൾ, ഈ അൾത്താരയിലും എടുത്തു വച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ, അവയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, ഈ ആലയത്തിലേക്ക് എഴുതി അയച്ച, വ്യക്തിപരമായി ഇവിടെ വന്നു തന്ന, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ തന്നെ അവരെ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ അവരെ നയിക്കണമേ, അവരെ സാക്ഷികളാക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, കഴിവുള്ളവരാക്കണമേ, പ്രാപ്തരാക്കി മാറ്റണമേ, വീടിൻ്റെ അനുഗ്രഹമാക്കി മാറ്റണമേ, നല്ല സ്വഭാവമുള്ളവരാക്കണമേ, നല്ല ബന്ധങ്ങൾ അവർക്ക് നൽകണമേ. ഒരു ചതിക്കുഴിയിലും അവർ ചാടാൻ ഇടയാകരുതേ. അവർ മാതാപിതാക്കൾക്കും വീടിനും ഒരു ബ്ലെസ്സിങ്ങായി മാറണമേ. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച ദൈവത്തിൻ്റെ വചനം ജീവിതത്തിലേക്ക് വന്നപ്പം മറിയം പറഞ്ഞ കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. മറിയം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ.
ആ വചനത്തെ സ്വീകരിച്ചു മറിയം. ഇനി ഈ വചനം സ്വീകരിച്ച മറിയം 40-ാമത്തെ വാക്യം സക്കറിയായുടെ വീട്ടിൽ ചെല്ലുവാണ്. വചനം സ്വീകരിച്ച വ്യക്തി സക്കറിയായുടെ വീട്ടിൽ ചെല്ലുന്നു. 40-ാമത്തെ വാക്യം, അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എന്താണ് ഈ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഹായ്, ഹലോ, സുഖമായിരിക്കുന്നോ? നമ്മളങ്ങനെ സാധാരണ ഒരു വാക്കാണ് അഭിവാദനം ചെയ്യുക. ഗുഡ് മോർണിംഗ് ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കാണ്. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സക്കറിയായുടെ വീട്ടിൽ ചെന്ന് എലിസബത്തിനെ വചനം സ്വീകരിച്ച മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി. വചനം സ്വീകരിച്ച വ്യക്തിയിലൂടെ വേറൊരാളും അവരുടെ ഉദരത്തിലുള്ള കുഞ്ഞും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളത് എത്രമാത്രം മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വചനം ശ്രദ്ധിക്കുമോ? ഈ വചനത്തിന് അതിൻ്റെ ഒരു ആഴമുണ്ട്. മറിയം വചനം സ്വീകരിച്ചപ്പം ആ മറിയത്തിലൂടെ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ വചനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിൽ അവർ നിറയും. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടാൻ. വചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ആ വ്യക്തി കയറി ചെന്ന വീട് അനുഗ്രഹിക്കപ്പെടുവാണ്. വചനം സ്വീകരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയോട് ഈ വചനത്തെ ആമേൻ പറഞ്ഞും ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്നും പറഞ്ഞ് ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എവിടെ ചെന്നാലും ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും അവിടെ വലിയ പ്രാർത്ഥനാ മീറ്റിംഗ് ഒന്നും നടത്തിയില്ലേലും വചനമുള്ള നിങ്ങളിലൂടെ ആ വീട്ടിലുള്ളവർ, അവിടുത്തെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു ഭാഗ്യം, അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മളെ ഒത്തിരി സഹായിക്കും. ഇവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വല്ലതും നടന്നോ? നമുക്ക് ഒരുമിച്ചിരിക്കാം, വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്തേലും നടന്നോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായത് ഉദരത്തിലെ കുഞ്ഞു പോലും അത് ഫീൽ ചെയ്തു, അത് എക്സ്പീരിയൻസ് ചെയ്തു. ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടി എന്നെഴുതിയിട്ടുണ്ട്. അതും സന്തോഷത്തോടെ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി സന്തോഷത്താൽ കുതിച്ചു ചാടി. വചനമുള്ളൊരു വ്യക്തി, ആ വ്യക്തിയിലൂടെ മറ്റൊരാൾ അനുഭവിക്കുന്നത് നിരാശയല്ല, സന്തോഷമാണ്. നിങ്ങളിലൂടെ വേറൊരാൾ സന്തോഷം അനുഭവിക്കണം. നമ്മളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർക്കതൊരു അനുഗ്രഹമായിട്ട് മാറണം. നമ്മളൊരാൾക്ക് കൈ കൊടുത്താൽ അതൊരനുഗ്രഹമാകണം. നമ്മളൊരാളുടെ ഭവനത്തിൽ ചെന്നാൽ അവർ പറയാൻ ഇടവരണം, ആ വ്യക്തി വന്നത് നമ്മുടെ വീടിനൊരു അനുഗ്രഹമായി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. വചനമുള്ള വ്യക്തി വേറൊരാൾക്ക് അനുഗ്രഹമായിട്ട് വരും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും, യുവതീവാക്കളുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും. വചനം കേൾക്കുന്നതിലൂടെ നിങ്ങൾ വേറൊരാൾക്ക്, ഒന്നുകിൽ ഭർത്താവല്ല, ഭാര്യയല്ല, മക്കളല്ല, മാതാപിതാക്കൾ, അയൽവാസികൾ, കൊച്ചുമക്കൾ, ആരുടെയൊക്കെയോ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുന്നത്. എഴുതിയിട്ടുണ്ട്. 45-ാമത്തെ വാക്യം, 43-ാമത്തെ വാക്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ
നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ദൈവവചനം സ്വീകരിച്ചൊരു വ്യക്തിയിലൂടെ ആ വീട്ടിൽ നിറഞ്ഞത് സന്തോഷമാണ്, സമാധാനമാണ്. നമ്മളിന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ ഭവനത്തിൽ ദൈവീകമായൊരു സന്തോഷം നിറയട്ടെ, ദൈവീകമായൊരു സമാധാനം നിറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭവനത്തിലുള്ളവർ ആ ദൈവീക സമാധാനം അനുഭവിക്കുന്നവരാകട്ടെ. 45-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനും ഭാഗ്യവതിയായി മാറും. ഭാഗ്യവതിയായി മാറും. ഭാഗ്യവാനും ഭാഗ്യവതിയാക്കുന്നത് കേവലം കുറേ കഴിവും ബുദ്ധിയും ശക്തിയും പണവും സൗന്ദര്യവും മാത്രമല്ല, ദൈവത്തിലുള്ള സത്യസന്ധമായൊരു വിശ്വാസവും. ആ വചനം ഒരാൾ സ്വീകരിക്കുമ്പം ആ വ്യക്തിയെ ദൈവം നൽകുന്ന ചില ഭാഗ്യങ്ങൾ കൊണ്ട് ആ വ്യക്തി ഭാഗ്യവാനും ഭാഗ്യവതിയുമായി മാറും. ഇത് സ്വയം പറഞ്ഞതല്ല, വേറൊരാൾ പറഞ്ഞതാണ്. എലിസബത്താ പറഞ്ഞത്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മളെ മറ്റുള്ളവർ ഭാഗ്യവാന്മാരായി കാണാൻ ദൈവീകമായൊരു ഭാഗ്യമുള്ള ഒരാളാണ് നിങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് കേൾക്കാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവവചനം സ്വീകരിച്ച വ്യക്തി വേറൊരാളുടെ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലുള്ളവരും ആ ഉദരത്തിലെ കുഞ്ഞുപോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ വചനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ കൂടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. മറന്നു പോകല്ലേ. പ്രതീക്ഷയോടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. ഇന്ന് ശനിയാഴ്ച ദിവസം, കർത്താവെ, ഈ ദിവസം അങ്ങയുടെ വചനം പ്രാർത്ഥനയോടെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തോടൊരു ബന്ധമാണ്. ഈ വചനം കേട്ടത്, പ്രാർത്ഥിച്ചത്, ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു വലിയ ബന്ധമാണ്. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളോട് പ്രാർത്ഥനയും ഒക്കെ ചോദിച്ച കുഞ്ഞുങ്ങൾ, ആരുടെയൊക്കെ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ, ഇവിടെ ലഭിച്ചിട്ടുണ്ടോ, അവയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ്. ഭവനങ്ങളിലിരുന്ന്, ദേശങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, വചനം കേട്ട് ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. അവരെ സാക്ഷികളാക്കണമേ, അവരെ നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർ ലക്ഷ്യത്തിലെത്തണമേ. ആരും നഷ്ടപ്പെടാൻ ഇടയാകരുതേ. കഴിവും പ്രാപ്തിയും സാമർഥ്യവുമുള്ളവരായി അവർ വളർന്നു വരണമേ. ആമേൻ. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക്, ഇന്ത്യൻ സമയം 7 മണിക്കാണ് അരമണിക്കൂർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനായിട്ടുള്ള പ്രാർത്ഥനയും ആരാധനയും വചനവും ഒരുക്കുന്നത്. നിങ്ങൾ അറിയിപ്പായി കാണുക. സാധ്യമായിടത്തോളം ആളുകളോട് പറയുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനങ്ങളിലും തലമുറകളിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരിലെല്ലാം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും രോഗങ്ങളൊന്നും വരാതെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ദൈവാശ്രയത്വത്തിൽ ഞങ്ങളെ നയിക്കണമേ.
ഞങ്ങളെ നയിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ, അസൂയയുടെ, വഞ്ചനയുടെ, സകല തിന്മയുടെ ശക്തികളും മാറിപ്പോകാനിടയാകണമേ. ദൈവീക സംരക്ഷണയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ ഞായറാഴ്ച സാധ്യമെങ്കിൽ സമയമുള്ളതുപോലെ പറ്റുമെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാം. ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.